ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ അനാവശ്യമായി കള്ളക്കേസ് കൊടുക്കുന്ന ഭാര്യമാർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടികളുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം തുടങ്ങിയ വലിയ വലിയ ക്രിമിനൽ കേസുകൾ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കൃത്രിമമായ എവിഡൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വ്യാജമായ പരാതികൾ സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരം കേസുകൾ കൊടുക്കുകയും പിന്നീട് ഇത് കള്ളമാണെന്ന് കോടതിയിൽ തെളിയിക്കപ്പെടുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും ഭർത്താവിനും വീട്ടുകാർക്കും ഇതിനെതിരെ നിയമ നടപടികൾ എടുക്കാൻ കഴിയും. ഭാര്യയിൽ നിന്നും കോമ്പൻസേഷൻ വാങ്ങിക്കാനും കഴിയും. ഭാര്യയ്ക്ക് ഇതിന് അനുയോജ്യമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും കഴിയും. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 85 പോലുള്ള വകുപ്പുകൾ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഭാര്യമാർക്കെതിരെ തീർച്ചയായും നിയമ നടപടികൾ എടുക്കുക തന്നെ വേണം. ഭർത്താവിനും കുടുംബത്തിനുമെതിരെ കള്ളക്കേസ് കൊടുത്ത് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതിന് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 356 അനുസരിച്ച് ഭാര്യയിൽ നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ കഴിയും. കൂടാതെ ഭാര്യയുടെ കള്ളക്കേസ് കാരണം ഭർത്താവിനും കുടുംബത്തിനും ഉണ്ടായ സാമ്പത്തിക, ശാരീരിക, മാനസിക നഷ്ടങ്ങൾക്കെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു കോമ്പൻസേഷൻ സൂട്ട് ഫയൽ ചെയ്യാനും കഴിയും. ഭർത്താവിനും കുടുംബത്തിനുമെതിരെ കള്ളക്കേസ് കൊടുത്ത് ഭർത്താവിനെ മാനസികമായി പീഡിപ്പിച്ച ഭാര്യയുടെ ക്രൂരത കണക്കിലാക്കിക്കൊണ്ട് ഭർത്താവിന് ഭാര്യയിൽ നിന്നും ഡിവോഴ്സ് ആവശ്യപ്പെടാനും കഴിയും. ഇന്ത്യയിലെ നിയമങ്ങളിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീ അനുകൂല നിയമങ്ങളാണ്. പക്ഷേ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യൂ.